ഒരു ദിവസം ഒരു ബ്രിട്ടീഷുകാരൻ ഇവരുടെ സ്ഥലത്തേക്ക് വരുന്നു. എന്നിട്ട് വളരെ അപകടം പിടിച്ച ഒരു സ്ഥലത്ത് പോയി ഗോൾഡ് മൈൻ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ എല്ലാവരും ഭയം കൊണ്ട് പിന്മാറുന്നു. പക്ഷേ തങ്കലൻ എന്ന് പറയുന്നവൻ അവരുടെ മനസ്സ് മാറ്റിയെടുത്തുകൊണ്ട് യാത്ര തിരിക്കുന്നു. ആ പോകുന്ന വഴിക്ക് പല അപകടവും ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം അവർ ആനമലയുടെ അടുത്തെത്തുന്നു. അവിടെ എവിടെയോയായാണ് സ്വർണം ലഭിക്കുന്നത്. പിന്നീട് ഇവർ പല സ്ഥലങ്ങളിലും മണ്ണ് നീക്കി നോക്കിയെങ്കിലും ഇവർക്കൊന്നും ലഭിച്ചില്ല. അവിടെ വെച്ച് ഒരു കറുത്ത ജീവി ഇവരെ ആക്രമിക്കാൻ വന്നുവെങ്കിലും അതിനെ കൊന്നു കളയുന്നു. തങ്കലന്റെ മകൻ ഒരു രൂപം മണ്ണിലുള്ളതായി കാണുന്നു. അതിന്റെ ഇടയിൽ കാടിന്റെ കാവൽക്കാരെത്തി ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവർ കഷ്ടിച്ച് രക്ഷപ്പെടുന്നു. അങ്ങനെ ആ പ്രതിമയുടെ അടിഭാഗത്ത് നിന്നും സ്വർണം കണ്ടുപിടിക്കുന്നു. അങ്ങനെ ആ ബ്രിട്ടീഷുകാരൻ തങ്കലനോട് അവരുടെ ആളുകളെയൊക്കെ കൊണ്ടുവന്ന് സ്വർണം കൊത്തിയെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ ആദ്യം പോകാൻ മടിച്ച ആളുകൾ പൈസക്ക് വേണ്ടി തയ്യാറാവുന്നു. അതിന്റെ ഇടയ്ക്ക് ബ്രിട്ടീഷുകാർ അവിടെ കാട്ടിൽ ജീവിക്കുന്നവരെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തങ്കലിന്റെ മകനായ അശോകന് പ്രേതം കൂടിയ അവസ്ഥ വരുന്നുണ്ട്. അടുത്ത ദിവസം മുതൽ സ്വർണത്തിനായി തിരച്ചിൽ ആരംഭിക്കുന്നു. അതിന്റെ ഇടയിൽ ഈ മണ്ടൻ ഒരു പാറക്കല്ലിൽ സ്വർണ്ണമുണ്ടെന്ന് പറഞ്ഞ് അവിടെയുള്ള പാമ്പിനെയൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. ശേഷം അവന് കടിയേൽക്കുന്നു. തങ്കലിന്റെ മകൾ തലവെട്ടിയ പാമ്പിന്റെ കടി കൊണ്ട് മരിക്കുന്നു. പിന്നീട് അവിടെ ഭക്ഷണവും മറ്റും കിട്ടാതെ ആളുകൾ മരിക്കുന്നു. ഒരു ദിവസം രാത്രി പാറക്കുള്ളിൽ സ്വർണ്ണമുണ്ടെന്ന് പറഞ്ഞ് അത് പൊട്ടിക്കാൻ ആരംഭിക്കുന്നു. എന്നാൽ ചിലർ ഒരു കുഴിയിൽ വീഴുകയും സ്വർണം കാണുകയും ചെയ്യുന്നു. ശേഷം ആ സ്വർണത്തിന്റെ പേരിൽ അടിയുണ്ടാവുന്നു. എന്നാൽ അത് യഥാർത്ഥത്തിൽ സ്വർണമല്ലായിരുന്നു. ആ സമയമായിരുന്നു സ്വർണം കാത്തു രക്ഷിക്കുന്ന ആരതിയുടെ വരവ്. അങ്ങനെ വീണ്ടും അടി തുടങ്ങുന്നു. എന്നാൽ തങ്കലൻ പഴയ ഓർമ്മയിലേക്ക് പോയപ്പോൾ ആ കാലത്ത് ഈ സ്വർണത്തെ സംരക്ഷിക്കാൻ നിയമിച്ചവരായിരുന്നു ആര്യനും ആരതിയും എന്ന് മനസ്സിലായി. ആര്യന്റെ അച്ഛന്റെ അച്ഛനും അവരുടെ അച്ഛനും മറ്റും അവിടം വിട്ടു പോയപ്പോൾ അവരുടെ ചുമതല അവർ ചെയ്തില്ല. എന്നാൽ ഇതൊക്കെ മനസ്സിലായ തങ്കലൻ ആ ബ്രിട്ടീഷുകാരെ കൊല്ലുന്നു. ശേഷം ആ സ്ഥലം വീണ്ടും ഇവർ സംരക്ഷിക്കാൻ ആരംഭിക്കുന്നു.